CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ എല്ലാവരെയും തന്നെ നിരാശപ്പെടുത്തുന്ന രണ്ട് അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് അഡ്രിയാൻ ലൂണയുടെ തിരിച്ചുവരവിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ദിമിത്രോസ് ഡയമൻഡോസിന്റെ കോൺട്രാക്റ്റിനോട് അനുബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും ഒരു സംശയമാണ് അഡ്രിയാൻ ലൂണ എന്നാണ് ടീമിലേക്ക് തിരിച്ചെത്തുക, അഥവാ എന്നാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇനി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക എന്നത്. ഏതായാലും അതിനൊരു ഉത്തരം നൽകിക്കൊണ്ട് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലൂടെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം മനോരമ എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മീഡിയ പാർട്ട്ണർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ന്യൂസുകൾ മാത്രമാണ് മനോരമ പുറത്തേക്ക് വിടാറുള്ളത്. ഏതായാലും ആ ഒരു പത്രലേഖനത്തിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC നാളെയാണ് ജംഷഡ്പൂർ FCയെ നേരിടാൻ പോകുന്നത്. ആ ഒരു മത്സരത്തിൽ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. താരത്തിന്റെ തിരിച്ചുവരവ് ഇനിയും വൈകുന്നതാണ് എന്നും ഈ ഒരു പത്ര റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ തന്നെ ആരാധക മനസ്സിലെ ചോദ്യങ്ങൾക്കും അവർ ഉത്തരമായിക്കൊണ്ട് കുറച്ച് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആരാധകരുടെ ആദ്യത്തെ ഒരു ചോദ്യമാണ് പരിശീലനം പൂർണ്ണമായും അഡ്രിയാൻ ലൂണ തുടങ്ങിയോ എന്നുള്ളത്. ഏതായാലും അതിന് മറുപടിയായിക്കൊണ്ട് അവർ പറയുന്നത് ലൂണ ഇതുവരെയായിട്ടും പൂർണ്ണമായും പരിശീലനം തുടങ്ങിയിട്ടില്ല എന്നാണ്. മറ്റ് കളിക്കാരോടൊപ്പം ചേർന്നുള്ള പരിശീലനം ഇതുവരെ ലൂണ തുടങ്ങിയിട്ടില്ല. കൂടാതെ കളിക്കാരോടൊപ്പം ചില ചെറിയ മത്സരങ്ങളൊക്കെ ലൂണ കളിക്കാറുണ്ട്. എന്നാലും ഫിസിക്കൽ ടച്ച് വേണ്ടി വരുന്നതിനാൽ കൊണ്ട് തന്നെ ലൂണ അധികമൊന്നും കളിക്കാരോടൊപ്പം കളിക്കാറില്ല എന്നാണ് ഈ ഒരു പത്ര റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മറ്റൊരു ചോദ്യമാണ് ഈ ഒരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പ്ലേ ഓഫിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തണ്ടാൻ അഡ്രിയാൻ ലൂണ ഉണ്ടാവുമോ എന്നുള്ളത്. ഏതായാലും അതിന് മറുപടിയായിക്കൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഏപ്രിൽ ആദ്യ ആഴ്ചയിലെ പരിശീലനത്തിലെ പുരോഗതി പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഇനി വളരെ കുറച്ചു ട്രെയിനിങ്ങുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൂടാതെ ലൂണ എല്ലാം ഒന്ന് സിങ്ക് ആവുകയാണെങ്കിൽ പ്ലേ ഓഫിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടാൻ ലൂണയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രോസ് ഡയമൻഡോസിനെ കോൺട്രാക്റ്റിനോട് അനുബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം കുറേ അധികം ദിവസങ്ങളായി ദിമിത്രോസിന്റെ കോൺട്രാക്റ്റിനോട് അനുബന്ധിച്ചുള്ള ഒരുപാട് അഭ്യൂഹ ന്യൂസുകൾ പുറത്തേക്ക് വരുന്നു. നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് റിപ്പോർട്ടുകൾ അഥവാ ഒരുപാട് റൂമറുകൾ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു സീസണിൽ ലൂണ പരിക്ക് പറ്റിക്കൊണ്ട് പുറത്തേക്ക് പോയ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ മുൻപന്തിയിൽ നിന്ന് നയിച്ചിട്ടുണ്ടായിരുന്നത് ദിമിത്രോസ് ഡയമൻഡോസ് തന്നെയായിരുന്നു. ഏതായാലും ആ ഒരു താരത്തിന്റെ കരാറാണ് ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സുമായി അവസാനിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയായി താരത്തെ ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹ ന്യൂസുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പുറത്തേക്ക് വന്ന റിപ്പോർട്ടിൽ താരം ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്നും ഈസ്റ്റ് ബംഗാളിലേക്കുള്ള ഓഫർ താരം സ്വീകരിച്ചു എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിൽ ദിമിത്രോസ് ഡയമൻഡോസ് കേരള ബ്ലാസ്റ്റേഴ്സുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചു എന്ന റിപ്പോർട്ടായിരുന്നു പുറത്തേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ അഥവാ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മൊർഗുലോ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. മാർക്കസിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC താരത്തിനായി ഓഫർ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ദിമിത്രോസ് ഇതുവരെ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC താരത്തിന് മുൻപോട്ട് നൽകിയ ഓഫർ സ്വീകരിച്ചിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ഓഫർ സ്വീകരിക്കുമോ എന്നതിൽ വ്യക്തതയുമില്ല എന്നാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മാർക്കസിന്റെ ഈ റിപ്പോർട്ടോടുകൂടി ദിമി ഇതുവരെ ആയിട്ടും ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.